IPS എന്ന ഈ മൂന്നക്ഷരം കൊണ്ട് കൊമ്പ് കുലുക്കാമെന്ന് കരുതിയ BJPക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അടികൊടുത്തു. നാട് നീളെ പോസ്റ്റർ അടിച്ച് ഫ്ലെക്സ് വെച്ച് ആഘോഷമായിട്ട് പ്രചാരണം കൊഴുകൊഴുത്തു. അപ്പോഴാണ് നിൽക്കവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതുകൊണ്ട് തന്നെ കമ എന്നൊരക്ഷരം മിണ്ടാൻ BJP കൊണ്ടായില്ല പോലും. റിട്ടയർഡായ ആർ ശ്രീലേഖ IPSനെ പോസ്റ്ററിൽ റിട്ടയർഡ് ചേർക്കാതെ ആർ ശ്രീലേഖ IPSനെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞ് പോസ്റ്റർ വെച്ചിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് വന്നതോടെ പത്തിമടക്കി BJP നാടൊട്ടുക്കെ ഒട്ടിച്ച പോസ്റ്ററുകളിൽ റിട്ടയർഡ് എന്ന് കറുത്ത മഷി കൊണ്ട് എഴുതി ചേർക്കേണ്ടി വന്നു. അപ്പോഴാണ് സന്ദീപ് വാര്യരുടെ ഈ പരിഹാസമേറെ ശ്രദ്ധ നേടുന്നത്. BJPയുടെ വിവരക്കേടിന്റെയും നിയമലംഘന ശ്രമത്തിന്റെയും ജീവനുള്ള സാക്ഷ്യമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ശാസ്തമംഗലത്ത് സ്ഥാനാർത്ഥിയായ BJP സംസ്ഥാന ഉപാധ്യക്ഷ ആർ ശ്രീലേഖയുടെ പേരിനൊപ്പം IPS എന്ന് ചേർത്തത് എന്ന് സന്ദീപിന്റെ പരിഹാസം എത്തി. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കിയതോടെ ശ്രീലേഖയുടെ പേരിനൊപ്പം IPS എന്നെഴുതിയത് കറുത്ത മഷി ഉപയോഗിച്ച് മായ്ച്ചു കളഞ്ഞിരുന്നു. IPS മാഞ്ഞതോടെ ബാക്കിയായത് BJPയുടെ നാണക്കേടാണെന്ന് സന്ദീപ് വാര്യർ പരിഹാസ രൂപേണ പറഞ്ഞിരുന്നു. ഇതിനു മുൻപ് ആർ ശ്രീലേഖയെ സ്ഥാനാർത്ഥിയാക്കുവാൻ BJP തീരുമാനിച്ചപ്പോൾ തന്നെ സന്ദീപ് വാര്യർ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ് അന്ന് ചർച്ചയായിരുന്നു. തിരുവനന്തപുരത്തെ ഹിന്ദു സംഘടനാ പ്രവർത്തകരോടാണ് ആറ്റുകാൽ പൊങ്കാല കുത്തിയോട്ടത്തിനെതിരെ ബാലാവകാശ കമ്മീഷനെ കൊണ്ട് കേസെടുപ്പിച്ച ആർ ശ്രീലേഖയ്ക്ക് വേണ്ടിയാണോ നിങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നത് എന്നാണ് സന്ദീപ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞത്. 2018 ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായ കുത്തിയോട്ടത്തിനെതിരെ രൂക്ഷ വിമർശനവുമായിട്ടായിരുന്നു ആർ ശ്രീലേഖ രംഗത്ത് വന്നത്. കുത്തിയോട്ടം ആൺകുട്ടികളോടുള്ള ശാരീരികവും മാനസികവുമായ പീഡനം എന്നായിരുന്നു ശ്രീലേഖ അന്ന് അഭിപ്രായപ്പെട്ടത്. കുട്ടികളുടെ അനുമതി പോലും ഇല്ലാതെയാണ് മാതാപിതാക്കളും ക്ഷേത്ര ഭാരവാഹികളും ചേർന്ന് കുട്ടികളെ പീഡിപ്പിക്കുന്നതെന്നും കുത്തിയോട്ടത്തെ കുട്ടികളുടെ തടവറയെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം എന്നാണ് അന്ന് ജയിൽ മേധാവിയായിരുന്ന ശ്രീലേഖ സ്വകാര്യ ബ്ലോഗിലെ ലേഖനത്തിൽ അഭിപ്രായപ്പെട്ടത്. നിയമപ്രകാരം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് കുത്തിയോട്ടമെന്നും ഉത്സവത്തിൽ നിന്നും കുത്തിയോട്ടത്തെ ഒഴിവാക്കണമെന്നും ഇതിലുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി ആറ്റുകാൽ വിശ്വാസിയായ ഞാൻ ഇത്തവണ പൊങ്കാല അർപ്പിക്കില്ല എന്ന് കൂടി ശ്രീലേഖ എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം IPS വിവാദം കൊണ്ട് കൊടുമ്പിരി കൊണ്ടപ്പോഴും സന്ദീപ് ശ്രീലേഖയിട്ട് കൊടയുകയാണ്. സിവിൽ സർവീസിൽ നിന്നും വിരമിച്ചപ്പോൾ പേരിനൊപ്പം IPS, IAS മറ്റു പദവികൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് നിയമം. അവരെ റിട്ടയർഡ് IAS എന്നോ അല്ലെങ്കിൽ റിട്ടയർഡ് IPS എന്നോ എന്നൊക്കെയാണ് സംബോധന ചെയ്യേണ്ടത്. അത്തരത്തിൽ എഴുതാമെങ്കിലും ശാസ്തമംഗലത്തെ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി TS രശ്മി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ശ്രീലേഖയ്ക്കെതിരെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കുന്നത്. തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥി ശ്രീലേഖയുടെ പോസ്റ്ററുകൾക്ക് സംഭവിച്ചത് വെറുമൊരു അക്ഷരത്തെറ്റല്ല, BJPയുടെ വിവരക്കേടിന്റെയും നിയമലംഘന ശ്രമത്തിന്റെയും ജീവനുള്ള സാക്ഷ്യമാണ്. സംഭവം ലളിതം, നാണക്കേട് വലുത്. മുൻ DGP അവരുടെ പ്രൊമോഷന് വേണ്ടി നിയമം ലംഘിച്ച് IPS എന്ന സർവീസ് പദവി പോസ്റ്ററിൽ അച്ചടിക്കുന്നു. രാജ്യത്തെ നിയമങ്ങളെക്കുറിച്ചും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളെക്കുറിച്ചും യാതൊരു ധാരണയുമില്ലാത്ത ഒരു പാർട്ടിയാണ് അത് അംഗീകരിച്ച് അടിച്ചു കയറ്റുന്നത്. പരാതി വന്നപ്പോൾ എന്തുണ്ടായെന്നും വരണാധികാരിയുടെ ഉത്തരവ് വന്നുവെന്നും അഭിമാനത്തോടെ അച്ചടിച്ച ആ IPS എന്ന മൂന്നക്ഷരം കറുത്ത മഷി തേച്ച് മാച്ച് കളയേണ്ടി വന്നു എന്നും നിയമം അറിയാതെ നിയമപാലക പോലീസിൽ നിന്ന് വിരമിച്ച ഒരാൾക്ക് തെരഞ്ഞെടുപ്പിൽ പഴയ പദവി ഉപയോഗിക്കാൻ പാടില്ല എന്ന അടിസ്ഥാന നിയമം പോലും അറിയാത്തവരാണോ ഈ നാട് ഭരിക്കാൻ പോകുന്നത് എന്നുകൂടിയായിരുന്നു സന്ദീപ് വാര്യർ ചോദിച്ചത്. ഇതൊരു അബദ്ധമല്ല, വോട്ട് പിടിക്കാനുള്ള വില കുറഞ്ഞ തന്ത്രമായിരുന്നു. പോലീസ് പവർ, DGP എന്നൊക്കെയുള്ള പകിട്ട് കണ്ട് വോട്ട് ചെയ്യാൻ വരുന്നവരെ അവർ ലക്ഷ്യം വെച്ചു. പക്ഷേ നിയമം തടസ്സം നിന്നു. ഇപ്പോൾ പോസ്റ്ററുകൾ കാണുമ്പോൾ ഒരു ചോദ്യം മനസ്സിൽ ഉയരുന്നു. ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ പോലും അറിയാത്തവരാണോ ദേശീയതയെക്കുറിച്ച് സംസാരിക്കുന്നത്? കറുത്ത മഷി മായ്ച്ചു കളഞ്ഞ ആ IPS അക്ഷരങ്ങൾ BJP കേരള ഘടകത്തിന്റെ വിവരമില്ലായ്മയുടെയും നിയമങ്ങളെക്കുറിച്ചുള്ള അജ്ഞയുടെയും ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ വലിയ നാണക്കേടിന്റെയും പ്രതീകമായി ഈ തെരഞ്ഞെടുപ്പിൽ നിലനിൽക്കും. ഇനിയിപ്പോൾ ആ കറുത്ത മഷി തേച്ച ആ പോസ്റ്ററുകൾ കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ഇതാണ് BJP. തെറ്റായ കാര്യങ്ങൾ ചെയ്യും, പിടിക്കപ്പെട്ടാൽ നാണം കെട്ട് മായ്ച്ചും കളയും. IPS മാഞ്ഞു, നാണക്കേട് ബാക്കിയായെന്നും സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചു. എന്നാലും ശ്രീലേഖയ്ക്ക് ഇതിനും വലിയ പണിയൊന്നും കിട്ടാനില്ല, ഒപ്പം BJPക്കും.